ഹായ്, എല്ലാവർക്കും സൈഗസ് വിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ ചോറിനോട് കടിക്കാൻ പറ്റിയെന്നുള്ള ഒരു അടിപൊളി തോരനാണ് കേട്ടോ ഇന്ന് നിങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ചോറൊക്കെ അവിടെ റെഡിയായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു തോരൻ വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്യാരറ്റ് നമുക്ക് വേണ്ട. നമ്മുടെ ആവശ്യത്തിനുള്ള ക്യാരറ്റ് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് കാണാമേ. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തോരൻ വെക്കാൻ തുടങ്ങാം. അപ്പം നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിക്കാനല്ലേ, വെളിച്ചെണ്ണ കുറച്ച് മതി. പിന്നെ ഇതിലോട്ടം തരണം. എണ്ണ ചൂടായി വന്നപ്പോഴേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ മാറിയിരുന്നു. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യത്തിന് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും സവാളയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ. നമുക്ക് എണ്ണയിൽ എല്ലായിടത്തുനിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. വഴറ്റി നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. അതെ, അതിന് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് പിന്നെ അരപ്പൂട് അപ്പോഴും തയ്യാറാക്കാം. അപ്പം നമ്മുടെ തോരത്തിന് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാമേ. നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒന്നേ എടുത്തുള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. ജീരകം എടുത്തിട്ടുണ്ട്. എടുക്കുന്നതിന്റെ ഒരു ചെറിയൊരു സ്ലോ ഉണ്ട്. അത് നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ടല്ല ഇരിക്കുന്നത്. അതെ, കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇടുന്നു. നമ്മൾ ഇത് ക്യാരറ്റ് തോരൻ വെക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കില്ലേ, നമ്മൾ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ബീട്രൂട്ട് തോരൻ വെക്കുമ്പോഴും ക്യാരറ്റ് തോരൻ വെക്കുമ്പോഴൊക്കെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ തോരനും വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് മുളക് പൊടി ഇഷ്ടമല്ലാത്തൊരു പച്ചമുളക് ഇടാൻ കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കിണ്ടണ്ടേ, അതൊരു ഒന്ന് അടച്ച് വെച്ച ശേഷം നമുക്കത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അരപ്പ്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് അരപ്പ് നമ്മുടെ തോരനോട് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇതെല്ലാത്തിനും നല്ലതുപോലെ പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്താണ് ഇതിന്റെ പേരെന്താ? ക്യാരറ്റ് മുട്ട തോരൻ. നമ്മൾ അതിലേക്ക് നമ്മുടെ മുട്ട ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ക്യാരറ്റിനനുസരിച്ച് വേണം കേട്ടോ നമുക്ക് മുട്ട എടുക്കാനായിട്ട്. ഇനി നമുക്ക് അതൊന്നും ആയ ശേഷം ചിക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട നമുക്ക് നമ്മുടെ തോരനായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോര ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റും മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ ഇവിടെ മീൻകുട്ടിക്ക് മുട്ട കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് അവർക്ക് തോരനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഈ ക്യാരറ്റ് തോര. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ക്യാരറ്റ് മുട്ടത്തോര നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.